ഈ കോടതി ഫൈൻഡ് ചെയ്ത എല്ലാ വകുപ്പുകളിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായോ. അപ്പൊ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു. കോടതി അതിൽ നിന്നും അതിന്റെ റീസൺസ് എനിക്ക് ഇപ്പൊ ഓർഡർ കിട്ടിയതാണ്. ഞാൻ വായിച്ചു നോക്കിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ പ്രോസിക്യൂഷന്റെ അല്ല കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ലേ അതെ 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 കോടതി നിരീക്ഷിച്ച് പറഞ്ഞത്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിംഗിൽ എത്തിയെന്നുള്ളത് ഓർഡർ വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഓർഡറിന്റെ കോപ്പി കിട്ടിയാലേ വായിച്ചു നോക്കിയാലേ പറയാം. കോടതി മാറ്റി വെച്ചിട്ടുണ്ടോ വിധി പറഞ്ഞത്? അതെ. അപ്പൊ അതിന്റെ അപ്പീലോ അങ്ങനെ എന്തെങ്കിലും ഇല്ല 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 അതുണ്ട്. പ്രോസിക്യൂഷന് ഇല്ല. ഇതിന്റെ മാക്സിമം ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന്റെ മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക് അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവര് സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും. ഈ 409 ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും 2 പ്രതികൾക്കും ശിക്ഷയുണ്ട്. ഒരേ ശിക്ഷ തന്നെയാണ്. അതെ അതെ ഒരേ ശിക്ഷയാണ്. 409-ന് 1-ാം പ്രതിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. ബാക്കി 2 പ്രതികൾക്കും എല്ലാ കുറ്റങ്ങളും ബാധകമാണ്. അതെ അതെ ബാധകമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നായിരുന്നു 409. അതുകൊണ്ട് അത് മേൽക്കോടതിക്ക് റെഫർ ചെയ്യണമെന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം. ആ ആവശ്യം കോടതി നിലവിൽ പരിഗണിച്ചിട്ടില്ല. അതെ അതെ അത് എന്തുകൊണ്ട് കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് എനിക്ക് കയ്യിൽ ഓർഡർ കിട്ടിയതേ ഉള്ളൂ. ഓർഡർ വായിച്ചു നോക്കിയാലേ അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പം കോപ്പി കിട്ടിയതേ ഉള്ളൂ. അത് വായിച്ചു നോക്കാം. 1-ാം പ്രതിക്ക് മാത്രമാണ് ബാധകമാക്കിയിരിക്കുന്നത്. അതെ അതിന്റെ കാര്യത്തിലും മേൽക്കോടതിയെ സമീപിക്കുക. അതെ അത് എന്താണ് അങ്ങനെയാണെന്നുള്ളത് വായിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതെ 84 പേജുള്ള ഒരു ജഡ്ജ്മെന്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായിരുന്നാലും വിശദമായിട്ട് വായിച്ചു നോക്കിയാലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊടുത്ത അപേക്ഷ പരിഗണിക്കാത്തത് എന്തെന്നുള്ളത് വായിച്ചു നോക്കിയിട്ട്. 2 പ്രതികൾക്കും 3 വർഷം താഴെ ശിക്ഷ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് തന്നെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. അത് 1 മാസത്തേക്ക് അവർക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ മേൽക്കോടതി അവർ സമീപിച്ച് അതിന്റെ സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കോടതി അറിയിക്കേണ്ടതാണ്. 3 കൊല്ലം. അത് അപ്പീൽ പോകാൻ 1 മാസം സമയം അവർ അനുവദിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല അത് ഞാൻ താങ്ക് യു സർ. പ്രോസിക്യൂഷൻ അഭിഭാഷകൻ 6 മാസം ആയിരുന്നു. ഈ കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് 3 കൊല്ലവും 10,000 രൂപയും. 193-ക്ക് 3 ഇയേഴ്സ്, 465-ന് 2 കൊല്ലം, പിന്നെ 409-ന് ജോസിന് 20 ക്ലർക്കിന് മാത്രം 1 കൊല്ലവും 5,000 രൂപയും ആണ് ഇപ്പൊ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷം മാത്രം കിടന്നാൽ മതിയല്ലോ. അതെ 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 അത് തെളിവ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത് എന്ന കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അപ്പീൽ പോകുമോ എന്ന ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അതിൽ കൃത്യമായ മറുപടി നൽകിയില്ല. തനിക്ക് ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ മാത്രമാണ് ലഭിച്ചതെന്നും അത് കൂടുതൽ വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും അതിനുശേഷം മാത്രം അക്കാര്യങ്ങളിൽ പ്രതികരിക്കാം എന്നതുമാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അപ്പീൽ പോകും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പ്രോസിക്യൂഷൻ അത്തരമൊരു നീക്കമില്ല എന്നതാണ് മനസ്സിലാകുന്നത്. പ്രതികൾക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അതിന് 1 മാസത്തെ സമയം കോടതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അതിനകം വെച്ച് മേൽക്കോടതിയെ സമീപിച്ച് ഈ ശിക്ഷാ ഇളവ് വാങ്ങുകയോ ശിക്ഷ റദ്ദാക്കുകയോ കോടതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. അതിന് 1 മാസത്തെ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ 3 വർഷം തടവ് വിധിച്ച സാഹചര്യമായതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. 2 പേർക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരുന്നില്ല. മേൽക്കോടതികളെ സമീപിക്കാം. അതിന് 1 മാസത്തെ സമയമുണ്ട്. അതിനകം ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ റിമാൻഡിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നതുമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ജീവപര്യന്തം വരെ ശിക്ഷ വിധിക്കാവുന്ന കുറ്റങ്ങൾ തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് ജുഡീഷ്യൽ
ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇതിൽ ഉത്തരവ് പറയാൻ കഴിയില്ല. CJM കോടതിയെ ഏൽപ്പിക്കണം, ഈ കേസ് അങ്ങോട്ടേക്ക് മാറ്റണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഇതിനു വേണ്ടി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നത് വ്യക്തമല്ല. കോടതി എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു നീക്കം ഉപേക്ഷിച്ചത് എന്നത് വ്യക്തമല്ല. അത് വിധി പകർപ്പ് വായിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്നതാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറയുന്നത്. അത് പഠിച്ചതിന് ശേഷമായിരിക്കും എന്താകും തുടർ നടപടികൾ എന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഇപ്പോൾ പുറത്തേക്ക് വന്നു. ആന്റണി രാജുവിന്റെ പ്രതികരണം ഉടൻ ലഭ്യമാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഈ വിധി കേൾക്കാനായി കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാക്കുകയാണ്. തൊണ്ടിമുതൽ കേസിൽ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടുകൂടിയാണ് ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം ഇപ്പോൾ റദ്ദായിരിക്കുന്നത്. നിയമസഭാംഗത്വം ജനപ്രാതിനിധ്യ നിയമപ്രകാരം റദ്ദായിരിക്കുന്നു. ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ സ്വാഭാവികമായും റദ്ദാകും നിയമസഭാംഗത്വം. ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധ പരിപാടികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. കോടതിക്ക് മുന്നിൽ തന്നെ, പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുവരുന്നത്. ഇപ്പോൾ വി അരുൺ നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതുവരെ വ്യക്തമാക്കിയ കാര്യം വെച്ചിട്ട് പ്രോസിക്യൂഷന് അപ്പീൽ പോകാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഈ ആദ്യ പ്രതികരണങ്ങളിൽ അപ്പീൽ പോകും എന്ന ഒരു സൂചന പ്രോസിക്യൂഷൻ നൽകാത്തത്? രാഷ്ട്രീയ തീരുമാനം കൂടി വേണ്ടിവരും അപ്പീൽ പോകാൻ. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ കുറ്റകൃത്യവുമല്ല. അദ്ദേഹം അഭിഭാഷകനായിരിക്കുമ്പോൾ ചെയ്ത ഒരു കുറ്റമാണ്. അദ്ദേഹം ഇപ്പോൾ നിരപരാധം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാൻ സാധ്യതയില്ല, സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം വരികയോ മറ്റാരെങ്കിലും ഇതിൽ വീണ്ടും കോടതി സമീപിക്കുകയോ ചെയ്താൽ പ്രോസിക്യൂഷൻ നിലപാട് മാറ്റേണ്ടി വരും. അല്ലാതെ വളരെ പെട്ടെന്ന് ഇതിൽ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ടാകാം പബ്ലിക് പ്രോസിക്യൂട്ടർ അത്തരമൊരു പ്രതികരണം നടത്തിയത്. സർക്കാരിന്റെ തീരുമാനം കൂടി ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ, ഇത് ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തിയ കേസാണ്. സ്വാഭാവികമായും അതിനാണ് ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയ ഒരു കേസ് കൂടിയാണ്. ഒരു പൊതുപ്രവർത്തക നിലയിൽ അതിനപ്പുറത്തേക്ക് ഒരു അഭിഭാഷകൻ നിലയിൽ ആന്റണി രാജുവിന്റെ ഭാഗത്തുണ്ടായ വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ മറ്റ് അടിയന്തര അപ്പീലിലേക്ക് പോകാൻ സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രോസിക്യൂട്ടർ പ്രതികരണവും ആ രീതിയിലാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഈ കോടതി ഞാൻ വിധിന്യായം കോടതി വിധി പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കോടതി പറഞ്ഞത് ഈ കോടതിക്ക് വിധി പറയാൻ അധികാരമില്ല എന്നാണ് പ്രോസിക്യൂട്ടർ വാദിച്ചത്. പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂട്ടർ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോടതി വിധി പറയുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 3 വർഷത്തിൽ ഉള്ള വിധിയൊക്കെ പറയാൻ കോടതിക്ക് അധികാരവുമുണ്ട്. അതുകൊണ്ടാണ് പരമാവധി 3 വർഷം എന്ന ശിക്ഷ കോടതി നൽകിയിരിക്കുന്നത്. സാധാ തടവ് 6 മാസം സാധാ തടവുമുണ്ട്. ഏതായാലും കോടതിയുടെ പരിഗണനയിൽ കോടതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ, ഈ കോടതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അപ്പീൽ പോകണോ വേണ്ടേ തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷനാണ്. അതിന് രാഷ്ട്രീയ തീരുമാനം കൂടി വേണ്ടിവരും. അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അപ്പീൽ എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നില്ല എന്ന് ഉള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് അത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകും അങ്ങനെ അപ്പീൽ പോകണമെങ്കിൽ അത് തീരുമാനിക്കപ്പെടുക. ഘടകകക്ഷി നേതാവാണ്. ആ ഒരു സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.